അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിൽ നമുക്കിങ്ങനെ ഒത്തുകൂടാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരിൽ നിന്നും പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ സൂറത്തുൽ ഖിയാമ 19 ആയത്തുകളാണ് ഇതുവരെ എടുത്തത് അല്ലേ? ഓതി നോക്കുമ്പോൾ അർത്ഥമൊക്കെ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓതാറില്ലേ? അപ്പം ഇതിൽ പരാമർശിക്കുന്നത് മുഴുവനെന്ന് പറഞ്ഞ പോലെ പരലോകവും മരണവും മരണാനന്തര ജീവിതവും തന്നെയാണ് കൂടുതൽ ഇതിൽ പറയുന്നത് അല്ലേ? പിന്നെ അതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? ഇതാ ഇവിടെ ഇരിക്കുന്ന പരിശുദ്ധ ഖുർആനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞല്ലേ, നീ നിന്റെ നാവ് ധൃതിപ്പെട്ട് ചലിപ്പിക്കണ്ട അല്ലേ? അത് ക്രോഡീകരിച്ച് ഒരുമിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് ഹിഫ്ലാക്കുന്നതിൻ്റെ ഇത് പണി ആർക്കാണ്? അത് എൻ്റെ മേലെ ബാധ്യതയായിട്ടുള്ളതാണ് അല്ലേ? അതുകൊണ്ട് നീ സാവകാശം ആവർത്തിച്ച് പാരായണം ചെയ്താൽ മതി, കേട്ടാൽ മതി. അത് വിശദീകരിച്ച് തരുന്നതൊക്കെ ഞാൻ ചെയ്തോളൂ എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ നമുക്കും ഈ പറഞ്ഞ ഉപദേശങ്ങൾ നമുക്കും ബാധ്യസ്ഥമാണെന്ന് വെച്ചാൽ നമ്മളും ധൃതിപ്പെട്ട് പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സാവകാശം അതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി പതുക്കെ പാരായണം ചെയ്യുന്നതാണ് നമുക്കും അത് കൂടുതൽ ഉപകാരപ്പെടുക അല്ലേ? കാരണം ഇപ്പോൾ നമ്മളൊരു ഖതമ് പൂർത്തിയാക്കണം എന്നുള്ള നിലക്ക് വളരെ വേഗത്തിൽ ഓതുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ പാരായണം പൂർത്തിയാവും നമ്മളത് അല്ലേ? ഖുർആന് ഓതി വേഗം തീർക്കാൻ കഴിയും. പക്ഷേ ഒരുപക്ഷെ ആ സ്പീഡിൽ ഓതുന്ന സമയത്ത് നമ്മളിൽ ഒരുപാട് അക്ഷരത്തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ? പിന്നെ തജ്വീദ് നിയമങ്ങളെല്ലാം ഒന്നും എന്താക്കാൻ കഴിയില്ല, പാലിക്കാൻ കഴിയൂല. സ്പീഡിൽ ഓതുമ്പോൾ നീട്ടലും മണിക്കലും അല്ലേ, അതൊന്നും നമുക്ക് ശരിക്കും നടക്കൂല. സഹാബാക്കളല്ല, ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷം കൊണ്ടാണ് സൂറത്തുൽ ബഖറ പഠിച്ച് പൂർത്തിയാക്കിയതെന്ന് പറയും. ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. നമ്മൾ 3.5 വർഷമാണ് ഹിഫ്ള് ചെയ്യാൻ എടുത്തത്. എന്നാലും അതിനി ശരിക്കും ഇനിയും ശരിക്കും നമ്മൾ പഠിച്ചെന്ന് പറയാനുള്ള പഠിപ്പായിട്ടില്ല ഞാൻ വിചാരിക്കുന്നത് അല്ലേ? നല്ലോണം ഇനിയും പഠിക്കണം. ഈ 12 വർഷം എത്തുമ്പോഴത്തേക്ക് അല്ലേ, അത് ശരിക്ക് നമ്മളെ 12 അല്ലെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ചിലപ്പോൾ വേണ്ടി എനിക്ക് തോന്നുന്നത്. ആ ഒരു എവിടുന്ന് അല്ലെ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണം ചോദിച്ചാലും അല്ലെങ്കിൽ ഒരു മീനിങ് ഒരു വേർഡ് പറഞ്ഞാലും കിട്ടുന്ന രൂപത്തിൽ അത് അത്രയും നമ്മൾ ഹൃദയം അതെ. അവര് സഹാബാക്കൾ എന്ന് വെച്ചാൽ ഒരായത്ത് പഠിച്ചാൽ അത് കൊണ്ട് അമൽ ചെയ്ത് എന്നിട്ട് അടുത്ത ആയത്ത് പഠിക്കൂ എന്നുള്ളതാണ് അല്ലേ? അപ്പം നമ്മൾ പാരായണം സാവകാശത്തിലാക്കാന്നുള്ളതെങ്കിലും നമ്മളെ ഭാഗത്ത് നിന്ന് എന്താക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. പഠിച്ച ഭാഗങ്ങളായാലും പഠിക്കാത്ത ഭാഗങ്ങളായാലും പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് പാരായണം ചെയ്യാന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത് നമുക്ക് കൂടുതൽ ഉപകാരം മാത്രമേ ഉണ്ടാവൂ. കാരണം പിന്നെ ഒന്ന് നമുക്ക് ഇപ്പം നിസ്കാരത്തിൽ ഓതുമെന്ന് വിചാരിക്കാം. നിസ്കാരത്തിൽ ഓതുമ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കാൻ കഴിയും. സാവകാശം ഓതുമ്പോൾ നമ്മൾ ഓതുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പം അതിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയും അല്ലേ? അതേപോലെ അല്ലാതെ നമ്മൾ ഖുർആൻ നോക്കി ഓതുന്നെങ്കിലും അർത്ഥം അറിയാത്തവരാണെങ്കിൽ തഫ്സീർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ നോക്കി അങ്ങനെ ഓതുന്നത് വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ഒരുപാട് അറിവ് നമുക്ക് ലഭിക്കും. അറിയുന്ന സൂറത്ത് തന്നെ, നല്ലോണം പഠിച്ച സൂറത്ത് തന്നെ ആയാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിതങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടാൻ അത് ഉപകരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും പിന്നെ കഴിയുന്നത്ര
സാവകാശത്തിൽ അർത്ഥം മനസ്സിലാക്കി തന്നെ തദബ്ബുറോട് കൂടി ഖുർആനിനെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് തദബ്ബുർ ചെയ്തിട്ട് തന്നെ ഖുർആൻ പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്ലോ ആയിട്ടുള്ള സ്റ്റഡിയാണ് അത് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് വരിക. അതുകൊണ്ട് ആരും പഠിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കണ്ട. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആവർത്തിച്ച് പാരായണം ചെയ്യാന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു 10, 20, 30, 50, 100 തവണ നമ്മൾ ആവർത്തിച്ചാൽ തീർച്ചയായും നമുക്കതെന്താവും, എളുപ്പമാവും. ഏറ്റവും കുറഞ്ഞത് 100 തവണയെങ്കിലും ഒരായത്ത് നമ്മൾ പാരായണം ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ഏറ്റവും കുറഞ്ഞതാണേ ഒരായത്ത് 100 തവണ. 100 നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് എന്തായാലും മറക്കൂല എന്ന് പറയുന്നുണ്ട്. ഓതുമ്പോൾ നമ്മൾ ഖുർആൻ നോക്കി വിരൽ വെച്ച് നമ്മൾ ഓതി ഒച്ചത്തിൽ ഓതുമ്പോൾ അത് കേട്ട് ആ കണ്ണുകൾ അതിലേക്ക് പതിഞ്ഞ് ആ രൂപത്തിൽ ഇങ്ങനെ നമ്മൾ ഓതുകയാണെങ്കിൽ അത് കറക്റ്റ് അവിടെ ആ പിക്ചർ നമ്മളെ ബ്രെയിനിൽ എന്തായാലും ഉണ്ടാവും പോലും. പിന്നെ അതെന്താവില്ല, മാഞ്ഞു പോവില്ല. ആ രൂപത്തിൽ അവിടെ പതിയുമെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ മെനക്കെടണം, കുറച്ച് മെനക്കെടണം. ഖുർആൻ നോക്കി തന്നെ കഴിയുന്നത്ര കുറച്ചെടുത്താൽ മതി, കുറച്ച് ഭാഗം എടുത്താൽ മതി. അത് ആവർത്തിച്ച് 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 പാരായണം ചെയ്യാം അല്ലേ. അതെ, അനുഭവം കൊണ്ട് നമ്മളത് മനസ്സിലാക്കിയ കാര്യം. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്ത ആയത്ത് നോക്കാം. ഇപ്പോൾ ഖുർആനിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ, അൽഹംദുലില്ലാ. വീണ്ടും വീണ്ടും ഒരുപാട് ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ തന്നെ തദബ്ബുറുൽ ഖുർആനിൽ അബ്ദുസ്സലാം മോഹത്തിൻ്റെ മറ്റേ തദബ്ബുറുൽ ഖുർആൻ ഇടുന്നില്ലേ, അതിലും ഓരോ കാര്യങ്ങൾ ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാരായണത്തിൻ്റെയും ഹിഫ്ലിൻ്റെയും ഓരോ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് 20-ാമത്തെ ആയത്താണ് നമുക്ക് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق. ഓതിയ ഫുള്ള് ഓതിപ്പോവും അല്ലേ. 3 വരിയേ ആയിട്ടുള്ളൂ, ആയത്ത് കുറേ ആയിരുന്നേ ഉള്ളൂ കേട്ടോ. നോക്കാം എത്ര ആയത്ത് നമുക്ക് പോകും നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അല്ലാഹു തആല പറയുന്നു, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. കല്ല അങ്ങനെയല്ല, അല്ലെങ്കിൽ വേണ്ട അല്ലേ. ബൽ പക്ഷേ, എങ്കിലും, തുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അൽ ആജില, ആജിലയാണ് ഇഷ്ടപ്പെടുന്നത്. എന്താ ആജില എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ദുആ പഠിച്ചിട്ടില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി. എന്താണ് ആജിൽ? പെട്ടെന്നുള്ളത് അല്ലേ, ആജിൽ. അജലത്ത് എന്ന് പറയലില്ലേ? എന്താ അജലത്ത്? അജലത്ത് അറബി വാക്കാണ്, അതറിയോ? മലയാളമല്ല, ധൃതി. അതാണ് അജലത്ത് എന്ന് പറഞ്ഞാല്. അജലത്ത് കാണിക്കുന്നതെല്ലാം പറയില്ല നമ്മള്. അജൽ എന്ന് പറഞ്ഞാല് അറബിയാന്ന്, അജലത്ത്. ആജിലിന്റെ അജലത്താന്നു, അജലത്തല്ല അല്ലേ, അജല, ധൃതി കാണിക്കുക എന്നുള്ളത്. ഇവിടെ പറയുന്നത് ഈ ആജില എന്ന് പറഞ്ഞാല് ഈ ക്ഷണികമായ ഈ ഭൗതിക ജീവിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അൽ ആജില, മനുഷ്യൻ അല്ലെ ധൃതി കാണിക്കുന്നു. അതായത് ഈ ക്ഷണികമായ എന്താ പറയാ, താൽക്കാലികമായ കുറഞ്ഞ സമയത്തുള്ള ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്താക്കുന്നത്? ധൃതി കാണിക്കുന്നു എന്ന് പറയും. ഇഷ്ടപ്പെടുന്നത് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്?
ആജിലത്ത്, അതായത് ഈ ദുനിയാവ് എന്താന്ന്, അത് പെട്ടെന്ന് പോവും അല്ലേ, പെട്ടെന്ന് ധൃതിപ്പെട്ട് അതങ്ങ് പോവും. ഇതില്ലല്ലോ, താൽക്കാലികമല്ലേ, സ്ഥിരത ഉണ്ടോ ഈ ദുനിയാവിന്? ഇല്ല, ദുനിയാവിലെ ജീവിതത്തിന് ഇല്ല. അതെന്താണ്? ക്ഷണികമാണ്. വളരെ കുറഞ്ഞ സമയം മാത്രം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ലേ 70 വയസ്സ് വരെ, 90 വയസ്സ് വരെ എന്നല്ല. ഈ 90, 70 ഒന്നും ഇല്ലേ, നമ്മൾ പരലോകത്തെ ഒരു ദിവസത്തെ ഈ ദുനിയാവിൽ ജീവിച്ച ദിവസങ്ങളുമായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ എത്രയുണ്ടാവും? 70 വയസ്സ് വരെ ഒരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്തെത്തിയാൽ അയാൾക്ക് തോന്നും പോലും വെറും 1.5 മണിക്കൂർ മാത്രമേ ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. അത്രയും കുറച്ച് 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഖുറാൻ ക്ലാസ്സിന്റെ സമയം. നമ്മളെത്ര 1.5 മണിക്കൂർ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അല്ലേ? അല്ലാ, മാഷാ അല്ലാ, ബോണസാന്നല്ലേ? നമുക്കെല്ലാം എത്ര ആയുസ് എന്താ തരാന്ന് അള്ളാഹു ആയാലും. അല്ലാ, എത്ര അല്ലെ ആയുസ് ഉള്ള കാലത്തോളം ആരോഗ്യത്തോടെ ആഫിയത്തോടെ അള്ളാഹിനെ ഓർമ്മിച്ച് ദിക്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സ് അള്ളാഹു തരട്ടെ അല്ലേ? അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ, ആമീൻ. അത്രേ വേണ്ടു. വാർദ്ധക്യത്തിന്റെ ആ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. കാരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ എന്ന് വെച്ചാൽ മറന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലും വലിയൊരു ഇതല്ലേ, പരീക്ഷണങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ അള്ളാഹു താല പറയാൻ, കല്ല, അങ്ങനെയല്ല, വേണ്ട, ബൽ തുഹിബ്ബൂനൽ ആജില, മനുഷ്യൻ എന്താണ്? ആജില, ഈ അല്ലെ ഒരു ജീവിതം, ക്ഷണികമായ ഈ ഭൗതിക ജീവിതത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ടോ വതദറൂനൽ ആഖിറ, എന്നിട്ട് പരലോകത്തെ മറന്നു പോവുകയും ചെയ്യുന്നു അല്ലെ, വിട്ടേക്കുകയും ചെയ്യുന്നു, ഒഴിവാക്കുന്നു, ഉപേക്ഷിക്കുന്നു. നമ്മൾ സൂറത്തുൽ അഅല എല്ലാ ദിവസവും പാരായണം ചെയ്യലില്ലേ അല്ലെ? അതിൽ പറയുന്നില്ലേ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, അല്ലേ? അവരെന്താണ്? പരലോക ജീവിതത്തിനാണ് എന്ത് കൊടുക്കുന്നത്? കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ പരലോക ഭവനമാണ് എന്ത്? ഏറ്റവും ഖൈറും അവശേഷിക്കുന്നത്. ഇവിടെ കിട്ടുന്നതെല്ലാം എന്താണ്? എല്ലാത്തിനും എന്തുണ്ട്? ഒരു സ്റ്റോപ്പ് ഉണ്ട് അല്ലേ? ഒരു അവധി നിശ്ചയിച്ചിന്, ഇലാ അജലിൻ മുസമ്മ, അള്ളാഹു താല നിശ്ചയിച്ച ഒരു അവധി വരെ ഇവിടെ കിട്ടുന്ന എല്ലാ സുഖങ്ങൾക്കും ആയുസുള്ളൂ. എന്നാൽ അള്ളാഹു പരലോകത്തേക്ക് വാഗ്ദാനം ചെയ്ത സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും എന്തില്ല? ഒരു അവധിയില്ല, ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല അല്ലെ? അവിടെ എന്തില്ല? സുമ്മല യമൂത്തു ഫീഹ വല യഹ്യ, അല്ലെ? അവിടെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അല്ല, അത് നരകത്തിലെ അവസ്ഥ വന്നത് അല്ലെ? നരകത്തിൽ എന്തില്ല? മരണവും ഇല്ല, ജീവിതവും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അല്ലേ? സ്വർഗത്തിൽ എന്തില്ല? മരണമില്ല, ജീവിതമുണ്ട്. അത് ശാശ്വതമായ ജീവിതം അല്ലേ? അപ്പം ഇതെല്ലാം നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്, എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഈ പറഞ്ഞതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മളെല്ലാ കാര്യത്തിലും എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സ്വയം നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കാം അല്ലേ? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ് എന്ത്? നിങ്ങൾ ഈ ക്ഷണികമായ ഈ ജീവിതത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. ശരിയല്ലേ? ശരി തന്നെയല്ലേ? ഇപ്പോ അതെ, ഒരാളിപ്പോ ഒരു തെറ്റ് ചെയ്യുന്നു വിചാരിക്കാം. ഇപ്പം വ്യഭിചാരം പോലെയുള്ള ഒരു തിന്മ, അതിലൂടെ ഒരു നൈമിഷികമായ ഒരല്പസമയത്തെ ഒരു സുഖം അല്ലേ? അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്, ആ ഒരു തിന്മ ചെയ്യുന്നത്. അതിലൂടെ ലഭിക്കുന്ന പരലോക ശിക്ഷ ഓർത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരുമോ? ഒരു മദ്യപിക്കുന്ന ഒരാൾ അല്ലേ, ഒരല്പസമയത്തെ ഒരു സുഖം. അതേപോലെ ഓരോന്നും തന്നെ, ഇപ്പൊ ഒരാളെ കുറിച്ച് ഫിത്ന പറയുന്നു, അതും ഒരു സുഖം അല്ലേ? പറയുന്ന ആൾക്കും ഒരു സുഖം, കേൾക്കുന്ന ആൾക്കും ഒരു സുഖം അല്ലെ? ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ആശ്വാസിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതും എന്താണ്? അതെല്ലാം നിമിഷ നേരത്തേക്കുള്ളത് മാത്രം.
അന്നേരം പരമാവധി അങ്ങനെയുള്ളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സങ്കടങ്ങൾ കേൾക്കാം, അതെ. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അവരോട് പറയേണ്ടത് അള്ളഹാനോട് പറയാൻ തന്നെ പറയേണ്ടത്. നമ്മളിപ്പം ഇന്നലെ ക്ലാസ് കേട്ടാ ദുഃഖങ്ങളില്ലാത്ത കുതിര പറഞ്ഞോ? ല്ല അത് ആ ക്ലാസ് കേട്ടിട്ട് കേട്ടിട്ടുള്ള ആ ഒരു അനുഭവം. ഒരാള് ഭയങ്കര സന്തോഷത്തിലയച്ചിന്, പിന്നെ ഒരു വല്ലാത്തൊരു പരീക്ഷ ഇന്നലെ അനുഭവിക്കേണ്ടി വന്ന്. പിന്നെ അപ്പൊ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഭയങ്കര സന്തോഷമായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ കുറേ സന്തോഷിച്ച് മോൾക്ക് അയച്ചു കൊടുത്ത്, മോളെ പ്യാപ്പളുടെ ഉമ്മാക്കും എല്ലാവർക്കും അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ചില അങ്ങനത്തെ ഒരു പരീക്ഷണം വന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. എങ്ങനെയുള്ള ആൾക്കും ഈ ക്ലാസ് കേൾക്കണം. ഫസ്റ്റ് പാർട്ടും കേൾക്കണം, എന്നിട്ട് മൂന്നാമത്തെ പാർട്ടും കൂടി ഉണ്ട് വരാൻ. 2-3 ക്ലാസ് കഴിഞ്ഞ് ആദ്യത്തെ പാർട്ട് ഞാൻ അന്ന് അയച്ചതിന്. എന്നിട്ട് എല്ലാവരോടും ഞാൻ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. ദുഃഖങ്ങളില്ലാത്ത ജീവിതം. അപ്പൊ പിന്നെ ആ ക്ഷമ എല്ലാം നമുക്ക് ഹൈറാന്ന് അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് അതെല്ലാരും കേൾക്ക. എന്നിട്ട് കുതിര പറക്കോ നോക്കാം നമുക്ക് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ പറഞ്ഞതെന്താ? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില അല്ലേ? ശരിക്കും മനുഷ്യന്റെ അവസ്ഥ പറയുമ്പോൾ കൂടുതൽ മനുഷ്യന് എന്തിനോടാണ് സ്നേഹം? ദുനിയാവിൽ എന്തിനോടാ സ്നേഹം? പണത്തോട് അല്ലേ? അതിന്റെ മുമ്പിലാണല്ലോ എല്ലാം നിൽക്കുന്നത് അല്ലേ? എല്ലാം നിൽക്കുന്നത് അതിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് മനുഷ്യന് ആർത്തിയും ആവശ്യവും എല്ലാം ഉള്ളത്, ഇഷ്ടവും എല്ലാം ഉള്ളത് എന്തിനോടാണ്? പണത്തോട് തന്നെയാണ് അല്ലെ? കൂടുതലും മൊത്തത്തിലുള്ള അവസ്ഥ പറയുമ്പോ അങ്ങനെ. നിങ്ങളൊന്നും അങ്ങനെയല്ല, മാഷാ അല്ലാഹ് നല്ല കുട്ടികൾ അല്ലെ? നല്ല നിങ്ങളല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള ഈ ദുനിയാവിലെ അവസ്ഥ പറയുന്ന അല്ലേ? അങ്ങനെയാണല്ലോ വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചാൽ മതി, ഞാൻ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി അല്ലെ? ശരിക്കും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞിട്ടുള്ളത് അറിയോ? യഅലമു അന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും എല്ലാം എന്താണ്? ഫിത്നയാണ്, ഒരു പരീക്ഷണാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അല്ലെ? അതാണ് എന്ത്? മഹത്തായ പ്രതിഫലം ഉള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മള് മനസ്സിലാക്കണം, അള്ളാഹു തന്നിട്ടുണ്ട്, സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അത് നമ്മളെ മുമ്പിൽ അള്ളാഹു ഒരു പരീക്ഷണമായി ഇട്ട് തന്നതാന്ന് നമ്മൾ മനസ്സിലാക്കാം. അത് വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താം അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന. ഓരോ സമുദായത്തിനും എന്തുണ്ട്? ഓരോരോ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഫിത്നത്തു ഉമ്മത്തി, എൻ്റെ ജനതയുടെ, എൻ്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്ന് പറയുന്നത് എന്താണ്? അൽ മാൽ, മാല്, ധനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ബനൂ ഇസ്രായേലിന്റെ ഫിത്ന എന്താ അറിയണോ? അവരെ ഫസ്റ്റ് ഫിത്ന എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടായ ഫിത്ന എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലൗ അന്ന ലി ഇബ്നി ആദമ വാദിയൻ. ഇബ്നു ആദം അല്ലെ? ആദം സന്തതിക്ക് ഒരു മിന ദഹബ്, സ്വർണത്തിൽ നിന്നുള്ള ഒരു താഴ്വര ഉണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും, അഹബ അൻ യകൂന ലഹു വാദിയാൻ, 2 താഴ്വര ഉണ്ടെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുക. അതാണ് മനുഷ്യന്റെ അവസ്ഥ അല്ലേ? ഒരു സ്വർണത്തിന്റെ താഴ്വര ഉണ്ടെങ്കിൽ മനുഷ്യൻ ആഗ്രഹിക്കും എന്ത്? ഒന്നും കൂടി അല്ലേ ഉണ്ടെങ്കിൽ, 2 ഉണ്ടെങ്കിൽ എന്ന്. അങ്ങനെ വലൻ യംലഉ ഫാഹു ഇല്ല തുറാബ്, അവന്റെ വായ മണ്ണല്ലാതെ നിറക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ? പശ്ചാത്തപിക്കുന്നവന്റെ പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിക്കും. ഇത് മനുഷ്യന്റെ ആർത്തിയാണ് അല്ലെ? ഈസാ നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിന്റെ കൂടെ അനുയായികളും
ഒരാൾ യാത്ര പോയൊരു സംഭവം ചരിത്ര കഥ മുമ്പ് ഞാൻ പറഞ്ഞു, അതിനോർക്കുന്നുണ്ടാ? ഇങ്ങനെ പോകുന്ന സമയത്ത് മണൽക്കൂനകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് സ്വർണം ഉണ്ടാക്കി കൊടുത്തിട്ട് മൂന്നാൾക്കാരോട് നിങ്ങൾ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് ഈസാ നബി പോയതും, എന്നിട്ട് എന്നിട്ട് ഒരാള് ഭക്ഷണം വാങ്ങാൻ പോയി. അവർ രണ്ടാള് തീരുമാനിച്ചു ഓൻ വന്നു കഴിഞ്ഞാൽ എന്താക്കാ, ഇവനെ നമുക്ക് രണ്ടാൾക്കും കൂടി കൊന്നിട്ട് ഇത് എടുക്കാൻ തീരുമാനിച്ച്. ഇവൻ എന്താക്കി, ഭക്ഷണം വാങ്ങിട്ട് വരുമ്പോ അതിൽ വിഷം കലർത്തിയിട്ട് കൊണ്ടുവന്ന് ഓർക്ക് രണ്ടാൾക്കും കൊടുത്ത്. ഓനും മരിച്ച് ഇവനും മരിച്ച്. എന്നിട്ട് അവർ തിരിച്ചു വരുമ്പോ ആ സ്വർണ്ണ കൂമ്പാരം അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈസാ നബി കാണിച്ചു കൊടുക്കുന്ന ഒരു ചരിത്രം മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിന് കഥ അവിടെ ബാക്കി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് വെച്ചാല് ആർത്തി, എന്നിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? അതാണ് വിശദമായിട്ട് അതിങ്ങനെ പറയുന്നുണ്ട്. വേറെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അതിൽ കാണിച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിന്. അപ്പം മനുഷ്യന്റെ വായിൽ എന്തേ ഉള്ളൂ, ലാസ്റ്റ് മണ്ണേ നിറക്കൂ അല്ലേ? ഇവിടെ സ്വർണത്തിന്റെ പല്ല് വെച്ചാലും എന്തുണ്ടായാലും ലാസ്റ്റ് ഉരുട്ടി വെക്കുന്നത് എന്താണ്? മണ്ണാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നത്, ആദമിന്റെ പുത്രൻ വൃദ്ധനാകുന്നു, എന്നാൽ 2 കാര്യങ്ങൾ അവനെ ചെറുപ്പമായി നിലനിർത്തും. അതായത് ജീവിതത്തോടുള്ള ആഗ്രഹവും സമ്പത്തിനോടുള്ള ആഗ്രഹവും. അതന്നെ. അതെത്ര പ്രായമായാലും ഇനിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാന്ന് ഉണ്ടാകാൻ എല്ലാവർക്കും അല്ലേ? വേഗം ഒന്നും മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നത് വളരെ വിരളാണ് അല്ലേ? എങ്ങനാ ആഗ്രഹിക്കുന്ന ആളില്ലാണ്ടൊന്നും ഇരിക്കൂല. വേഗം അള്ളാന്റെ അടുത്ത് എത്തണമെന്നോ അള്ളാനെ കാണണമെന്നോ അല്ലെ, അങ്ങനെയുള്ള സ്വർഗീയ സുഖങ്ങളെല്ലാം അനുഭവിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവൂലേ അല്ലെ? പിന്നെ എന്നാലും ഭൂരിപക്ഷം ആൾക്കാരും ജീവിതം തന്നെയാന്ന് കൂടുതലും ആഗ്രഹിക്കുക. എത്ര പ്രായമായാലും അല്ലെ? ഈ മോന്റെ കുഞ്ഞിനെ കണ്ടിട്ട് മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നറിയും. അങ്ങനെ പറയൂ അല്ലേ? അത്രയും അവരെ ആഗ്രഹമാണ് ദുനിയാവിനോടുള്ള. അതാണ് പറയുന്നത് മനുഷ്യന്റെ എപ്പോഴും ഈ അങ്ങനെ ആഗ്രഹിക്കാം. അതൊരു സൈഡാണ്, സൈഡ് ബിസിനസ് പോലെ. കുറച്ചും കൂടി ഇബാദത്ത് എടുക്കാന്നുള്ള ഇതൊരു സൈഡ് ബിസിനസ് പോലെ നമ്മളെ മനസ്സിലുണ്ടാവും. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളെ മുമ്പിൽ ഉണ്ടാകാൻ. അതാ മനുഷ്യന്റെ അവസ്ഥ. അള്ളയും റസൂലും പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞതല്ല അല്ലേ? അത് മനുഷ്യന്റെ അവസ്ഥയാണ്. അതന്നെ ഖുർആനിലെ ആയത്തിൽ അല്ലാഹു തആല കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, അതിനാണ് ഇഷ്ടപ്പെടുന്നത്. അതന്നെയാണ് ഇവിടെ എല്ലാം പറയുന്നത് അല്ലേ? അപ്പം മനുഷ്യന് 10 കിട്ടിയാൽ 100 കിട്ടണം അല്ലേ? 100 കിട്ടിയാൽ 1000 കിട്ടണം. 1000 കിട്ടിയാൽ എത്ര കിട്ടിയാലും മനുഷ്യന്റെ ആർത്തി തീരൂല. നമ്മൾ സൂറത്തുൽ ആദിയാത്തിൽ പറയുന്നില്ലേ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം എന്താണ്? വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അല്ലേ? അവൻ ധനത്തോടുള്ള സ്നേഹം അതികഠിനമായതായിരിക്കും. ഭയങ്കര മനുഷ്യന് അത് അത്രയും ഇഷ്ടമാണ്. ഇത് നമ്മളെ പടച്ച നമ്മളെ റബ്ബാന്ന് പറഞ്ഞിട്ടുള്ളത്. ഉണ്ടാകുമ്പോഴുള്ളൊരു അവസ്ഥ എന്താ അറിയോ? പിന്നെ അതിന്റെ കൂടെ ഉണ്ടാക്കി വെക്കണോന്നുള്ളത് തോന്നും. ഇല്ലാത്ത ആൾക്കില്ലേ അതിന്റെ പേര് വെക്കണോന്ന് തോന്നാനൊന്നും ഇല്ലാലോ. അതുകൊണ്ട് അതങ്ങനെ ഉള്ളത് ഇങ്ങനെ തീർന്നു. അങ്ങനെ അതാ ഒരു കണക്കിന് നല്ലത്. ഉണ്ടാകുന്നത് തീർന്നു പോകുമ്പോഴും വിഷമാവും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പ്രാർത്ഥിച്ചില്ലേ? മനുഷ്യന്റെ അവസ്ഥ അതാണ്, ഉമ്മത്തിന്റെ പരീക്ഷണം അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത് എന്ത്? മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേന്ന്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത ആളല്ല മിസ്കീൻ എന്ന് പറഞ്ഞാല്. കുറച്ചൊക്കെ ഉണ്ടാവും, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മെല്ലെ അങ്ങനെ ഒരു ലളിതമായ ഒരു ജീവിതം നയിച്ചിട്ട് അങ്ങനെ പോകും. ഫക്കീറാന്ന് ചോദിച്ചു തരുന്ന ആള്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ പറയുന്നത് അല്ലേ? ഈ മനുഷ്യന്റെ ഈ ഹുബ്ബുൽ ഖൈർ ഉണ്ടല്ലോ, ധനത്തോടുള്ള മനുഷ്യന്റെ അതികഠിനമായ ആ ഒരു സ്നേഹം, അത് പറയുന്ന നിർബന്ധ കാര്യങ്ങളെ പോലും ഉപേക്ഷിക്കുന്ന വിധത്തിൽ അത് കഠിനമായിട്ട് വരും. അതായത് റബ്ബിന്റെ തൃപ്തിയേക്കാൾ സ്വന്തം താല്പര്യങ്ങൾക്ക് അവിടെ മുൻഗണന കൊടുക്കും. നമ്മൾ എന്ത് ഒരു നല്ല അവസരം നമ്മളെ വീട്ടിലോ
നമ്മുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിവെക്കുന്ന കാര്യം എന്തായിരിക്കും എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ മാറ്റിവെക്കുന്നത് എന്താണ്? ഒരു കല്യാണം, ഒരു പാർട്ടി, അല്ലെങ്കിൽ ഒരു വിരുന്ന്, ഇത് നല്ല കാര്യമില്ല, അതെല്ലാം നല്ല കാര്യം തന്നെയല്ല. നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാകുന്ന കുറേ നിമിഷങ്ങൾ, ആ സമയങ്ങളിൽ, ആ സന്ദർഭങ്ങളിൽ നമ്മൾ മാറ്റിവെക്കുന്ന കാര്യം എന്തായിരിക്കും? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കൂല അല്ലേ? ഭക്ഷണം കൂടുതലേ ഉണ്ടാവും അവിടെ. നിസ്കാരം ഫർളെല്ലാം എങ്ങനെയെങ്കിൽ കാട്ടിക്കൂട്ടി നിസ്കരിക്കൂ അല്ലേ? സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാകും, ഖുർആൻ പാരായണം ഒഴിവാകും അല്ലേ? ശരിക്കും അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. അതന്നെ പറഞ്ഞത് ഹുബ്ബുൽ ഖൈർ. എന്താണ്? ആ, അതുകൊണ്ട്. എന്നാലും ഇപ്പൊ അതെല്ലാം കുറെ ഭാഗം ശരിയായിപ്പോയി. പർദ്ദ ഇടുന്ന ആളെല്ലാം കല്യാണത്തിന് എന്തായിരിക്കും? സാരി അല്ലെങ്കിൽ ചുരിദാർ അല്ലേ? നല്ലതല്ലോ, നല്ലത് നമ്മളെ എല്ലാം ശരിക്കും അതന്നെയല്ലേ? മുറിക്കണ്ട. അതന്നെ പറഞ്ഞത്. മനുഷ്യന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് അള്ളഹാനോടാ ഇഷ്ടം, അള്ളാന്റെ തൃപ്തിയാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളോട് തന്നെ, ഇത് വേറെ ആരും നോക്കണ്ട. നമുക്കൊരു നല്ല കാര്യം വരുമ്പോ നമ്മൾ മാറ്റി വെക്കുന്നത് എന്താന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെ നമ്മൾ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ നിലപാട് എന്താന്ന്, വേറെ ആരെ നിലപാട് നോക്കണ്ട. നമ്മളിൽ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ നിമിഷങ്ങൾ കടന്നു വരൂലേ അല്ലെ? ഓരോ സെക്കൻഡുകൾ കടന്നു വരൂലേ? അപ്പൊ എന്താക്കാ? നമ്മൾ സ്വയം എന്താക്കാ? ഹാസിബു ഖബ്ല അൻ തുഹാസിബു അല്ലേ? നമ്മളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ തന്നെ സ്വയം വിചാരണ ചെയ്യണം. കാരണം നമ്മൾ ഈ ധനത്തോടുള്ള സ്നേഹം നമ്മളിൽ നിന്ന് അതിന് വിട്ടുപോയാലില്ലേ, നമ്മൾ അതിന് അടിമപ്പെടും. നമ്മൾ പിന്നെ ധനത്തിന്റെ അടിമകളായി മാറുകയും ചെയ്യാം. നമ്മളെങ്ങനെ ധനത്തിന്റെ അടിമകളാകാന്? അതിന്റെ മുമ്പിൽ എന്ത് വേണമെങ്കിലും പൈസ വേണമെന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ നയിക്കാൻ. അങ്ങനെയല്ല അല്ലെ? ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലും അല്ല അല്ലെ? മിന്നാന്നൊരു ഡോക്ടർ, ഒരു കാർഡിയോളജിസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കൊഴിഞ്ഞു വീണ് മരിക്കുന്ന രംഗം CCTV കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്ത ഹാർട്ടിന്റെ ഹൃദ്രോഗ വിദഗ്ധയാണ് ഡോക്ടർ പേഷ്യൻസിനെല്ലാം നോക്കി റൗണ്ട്സ് കഴിഞ്ഞിട്ട് അവരെ ഇത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതിയാക്കി പിന്നെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് ആ സ്പോട്ടിൽ അവിടെ തന്നെ മരിക്കുകയാണ്. വലിയ ഹോസ്പിറ്റലാണ്, ഏതോ ഒരു വലിയ ഹോസ്പിറ്റലാണ് കോഴിക്കോടായിട്ടുള്ള. എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാ ചെക്കപ്പും എല്ലാം ചെയ്യുന്ന ആളായിരിക്കൂലേ അല്ലേ? പക്ഷെ ഡോക്ടർ ആയാലും എന്താവും? മരിക്കൂ അല്ലേ? ഡോക്ടർ അതുവരെ അല്ലെ ഹൃദയത്തിന്റെ എല്ലാ രോഗികളെയും പരിശോധിച്ച് ആക്കി വന്ന ആളാണ്. പക്ഷെ സ്വന്തം ഹൃദയം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയോ? ഇല്ല അല്ലേ? നമ്മളെ ഹാർട്ട് ബീറ്റ് നമ്മളെ നിയന്ത്രണത്തില അല്ല, ഡോക്ടറെ നിയന്ത്രണത്തില അല്ല അല്ലേ? എല്ലാം അള്ളാന്റെ തീരുമാനപ്രകാരം. അപ്പൊ പണം എന്നുള്ളതോ സൗകര്യങ്ങൾ എന്നുള്ളതോ ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പൊ നമ്മൾ ആരുടെ അടിമയാന്ന്? റബ്ബിന്റെ അടിമ. ആയിഷാന്റെ ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഷായി പറഞ്ഞു, ഞാൻ ആ പകുതി മുക്കാലോളം കേട്ട് കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാലും. പക്ഷെ കേൾക്കണം, എല്ലാരും കേൾക്കണം, എന്തായാലും കേൾക്കണം. കാരണം എന്താ അറിയോ? അതിൽ ഓരോ കാര്യങ്ങൾ ഈ പറയുന്ന ഇതെല്ലാം തന്നെയാണ്. അബ്ദുസലാം മുഹമ്മദിന്റെ ക്ലാസ്സും ആയിഷാന്റെ ക്ലാസ്സിലും ഭയങ്കര ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. അത് തമ്മിൽ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും നമ്മൾ ആരുടെ അടിമയാന്ന് സലാം മുഹമ്മദിന്റെ കാര്യത്തിൽ ക്ലാസ്സിലും അത് പറയുന്നുണ്ട്. എന്തേ? നമ്മള് ഇപ്പം പറയുമ്പോൾ നമ്മൾ ദുഃഖങ്ങൾ ഒരാളോട് പറയുമ്പോൾ നമ്മൾ അവരെ എന്താക്കുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത് അല്ലേ? പക്ഷെ നമ്മൾ അവരൊന്നല്ല നമ്മൾ ഇതാക്കേണ്ടത്. ആരെയാണ്? നമ്മൾ റബ്ബിനെയാണ് അല്ലേ? അപ്പൊ നമ്മളെ ഇഷ്ടം, നമ്മളെ തൃപ്തി, ഇത് നമ്മളോട് തന്നെ നമ്മൾ എന്താക്കണം? സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിച്ചിരിക്കുന്നു, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് പൈസ ഉണ്ട് അല്ലെ, എന്തും ചെയ്യാന്നുള്ള നിലപാടൊന്നും ആരും വിചാരിക്കണ്ട. മറ്റേ ഇവരെ കുറിച്ച് പറയില്ലേ, എന്തേനു മൈക്കിൾ ജാക്സനാ അല്ലെ? എത്രയോ മിനിറ്റിന് ഓരോ പിന്നെ ശരീരം ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വലിയ വലിയ ഡോക്ടർമാരെയും എന്തെല്ലാം സൗകര്യങ്ങളും അവിടെ ഏർപ്പാടാക്കിനോലും. എത്രയോ കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ 130 വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിനോലും. പക്ഷെ അയ്ബതാ അല്ലേ? അത്ര ആകുമ്പോഴത്തേക്ക് ആള് പോയി
എല്ലാം ആടുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളെല്ലാം എന്തുണ്ട്, ബാക്കിയുണ്ട് അല്ലേ. അല്ലാഹു അക്ബർ. അതെ, അത്രേ ഉള്ളൂ അല്ലേ. ശ്വാസത്തിന്റെ ഒരു ശ്വാസം നിലച്ചാൽ തീർന്ന്, അത്രയും നമ്മൾ ആയുസ്. അന്നേരം ചിലപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ ഇതായിരിക്കും അല്ലേ. അങ്ങനെ പലതും അതിന് പേരിടും, അത്രേ ഉള്ളൂ. ആട്ടിൻ പറ്റത്തെ ചെന്നായ അല്ലെ, ആക്രമിക്കുന്ന ചെന്നായേക്കാൾ അപകടകരമാണ് ധനം നേടിയെടുക്കാന്നുള്ള മോഹം മനുഷ്യനെ ദീനിൽ നിന്ന് അപകടപ്പെടുത്തുന്ന പറയും. നമ്മളെ ദീനിൽ നിന്ന് ദീനിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ചിലപ്പോൾ ഒരു ആട്ടിൻ കൂട്ടത്തിൽ ഒരു ചെന്നായ അല്ലെ അതിനെ ആക്രമിക്കാൻ ചെല്ലുന്നതിനേക്കാളും വലിയ ഒരു വിപത്താണ് നമുക്ക് ധനത്തോടുള്ള മോഹം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബൽ സിറൂന ഹയാത്ത് ദുനിയ ആണോ, അതല്ല നമ്മൾ പരലോക ഭവനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? അതല്ല ഇപ്പൊ തദറൂനൽ ആഹിറ അല്ലെ, പരലോകത്തെ ഉപേക്ഷിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, അല്ലേ. ഓരോ നഫ്സും, ഓരോ ആത്മാവും നോക്കിക്കൊള്ളട്ടെ. എന്താണ് നോക്കേണ്ടത്? മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അതാണ് നമ്മളോട് പറയുന്നത്. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാവുക. തഖ്വ നമ്മൾ മുറുകെ പിടിക്കുക. എന്നിട്ട് നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന് സ്വയം ഒന്ന് നോക്കിക്കൊള്ളുക. അപ്പം നമ്മൾ നോക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇപ്പോൾ ഈ സെക്കൻഡിൽ മരിച്ചാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, നമുക്കൊരു അമലും ചെയ്യാനുള്ള അവസരമില്ല അല്ലേ. എല്ലാം കഴിഞ്ഞ്. ഇന്നല്ലാഹ ഖബീറും ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അള്ളാഹുവിനെ അറിയാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ. എല്ലാ കാര്യങ്ങളും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. എല്ലാം അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നാളെ നമുക്കതെല്ലാം അള്ളാഹു തആല അറിയിച്ചു തരുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാകുക? നമ്മളെ മരണം അത് എപ്രകാരമായിരിക്കും? ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിന്റെ വിശദീകരണമായിട്ട് പറയുമ്പോൾ തഫ്സീർ ഇബ്നു കസീറിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ട്. അതായത് ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസിബു, അതായത് നിങ്ങൾ യഥാർത്ഥ വിചാരണക്ക് വിധേയരാകുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്ത് കൊണ്ടേയിരിക്കുക. കാരണം വൻദുർ മാദാ അദ്ഖർതും ലി അൻഫുസിക്കും മിനൽ അഅമാലി സ്വാലിഹത്ത് ലിയൗമി മആദിക്കും, അതായത് നാളെ നമ്മൾ മടങ്ങി ചെല്ലേണ്ട ഒരു ദിവസം അല്ലേ, മടങ്ങി വരുന്നൊരു ദിവസം ഉണ്ടല്ലോ, അള്ളാഹുലേക്ക് മടങ്ങി പോകേണ്ട ഒരു ദിവസം അല്ലേ. അതിന് നമ്മളെ അമലുകൾ അവിടെ പ്രദർശിപ്പിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് എന്ത് സൽക്കർമ്മങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമ്മളിലേക്ക് തന്നെ നമ്മൾ ഓരോരുത്തരും നോക്കാന്നുള്ളതാണ് ഹാസിബു എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് എന്തില്ല? ഇന്ന് വിചാരണയില്ല. ഇന്ന് അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങളേ ഉള്ളൂ. നാളെ വിചാരണയേ ഉള്ളൂ, അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങളില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് നമ്മളെ തന്നെ നമുക്ക് വിചാരണ ചെയ്യാം, മറ്റുള്ളവരെ അല്ല, നമ്മളെ അല്ലേ. ഇപ്പം നമ്മളെ കൂടെ സൽക്കർമ്മങ്ങളാണോ ഉള്ളത്, അതല്ല നമ്മളെ നാശത്തിൽ അകപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുന്ന ദുഷ്കർമ്മങ്ങളാണോ നമ്മളെ കൂടെ ഉള്ളത് അല്ലേ. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ അല്ലേ. ഫഹദൈനാഹുൻ നജ്ദൈൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് അള്ളാഹു കാണാനുള്ള കണ്ണുകൾ തന്ന് അല്ലേ,
കേൾക്കാനുള്ള കാതുകൾ തന്ന്, ചിന്തിക്കാനുള്ള ഹൃദയങ്ങൾ തന്ന്, പ്രവർത്തിക്കാനുള്ള കൈകാലുകൾ തന്ന്, അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എത്രയോ അനുഗ്രഹങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ അവയവങ്ങളും എന്താക്കാം? നല്ലതിനും ചീത്തക്കും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം, അല്ലേ? കണ്ണ്, നോട്ടം, അല്ലേ? നോക്കിയതിന് പുറകെ ഒരു അന്യപുരുഷൻ വീണ്ടും നോക്കാന്നുള്ളത് എന്താണ്? ഹറാമാണ്, അല്ലേ? പക്ഷെ ആ ഒരു കാര്യത്തിലൊന്നും നമ്മൾ എത്രത്തോളം ആ ഒരു ഇത് പാലിക്കുന്നുണ്ടോ? ഗൗരവം. ഒരു നോട്ടം അനുവദനീയം, രണ്ടാമത് നോട്ടം പാടില്ല എന്നാണ്, അല്ലേ? നമ്മളോ രണ്ടാമതും മൂന്നാമതും അല്ല, നല്ലോണം നോക്കൂലേ? ആരാന്നിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അല്ലാഹു അക്ബർ. തിരിയണ്ടേ? അല്ലാഹു അക്ബർ. നമ്മളങ്ങനെ നമ്മൾ നിസ്സാരമാക്കുന്ന കാര്യങ്ങളാണിത്. ചെറിയ കാര്യമായിട്ട് നമ്മൾ നിസ്സാരമാക്കുന്നത്. പക്ഷെ നോട്ടം എന്ന് പറയുന്നത് ഒരു വ്യഭിചാരമാണെന്ന് പറയും. കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരാണെന്ന് പറയും. കല്യാണത്തിന് പ്യാപ്പിളിനെ കാണല്, അല്ലേ? നമ്മളെ നാട്ടിലുള്ള ഒരു വല്ലാത്തൊരു ഇതാണ്. ചക്കരൻ അപ്പുറമുള്ള എല്ലാരെയും നോക്കും, അല്ലേ? അല്ലാഹു അക്ബർ. സൂക്ഷ്മത പാലിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പുരുഷന്മാർ നമുക്ക് നാളെ പരലോകത്ത് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഉപദ്രവം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ മുമ്പിൽ പരലോകത്തെ നിർത്താൻ, നമ്മളെ കൺമുമ്പിൽ പരലോകം നിർത്താൻ, എന്നിട്ട് ഹൃദയത്തിൻ്റെ കിബിലാക്കാൻ. അതായത് കിബില, നമ്മളെ കിബില കഅബ തന്നെയാണ്, പക്ഷെ നമ്മളെ ഒരു ചിന്ത ഉണ്ടാവൂലേ, അത് ആ പരലോകം, മരണം, മരണാനന്തര ജീവിതം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വെക്കാൻ. എന്നിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാം. അപ്പം നമുക്ക് നമ്മുടെ പരലോകത്തേക്ക് തടസ്സമാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാൻ കഴിയും? ഒഴിവാക്കാൻ കഴിയും. നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. പടച്ചോനെ, നിനക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേന്ന് എപ്പോഴും പ്രാർത്ഥിക്കാം, അല്ലെ? അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലൂടെ ആയിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ടൊക്കെ നല്ലോണം പ്രാർത്ഥിക്കാം. കാരണം എല്ലാത്തിലും, അല്ലെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും വേണം, അള്ളാഹു തരുന്നതിലെല്ലാം നമുക്കും തൃപ്തി വേണം, അല്ലേ? റളിയല്ലാഹു അൻഹും വറളു അൻഹു പറഞ്ഞിട്ടില്ലേ? ആ ഒരു ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. എന്നെങ്കിൽ നമുക്ക് എന്താകാം? സമാധാനത്തോടെ മരിക്കാം, സമാധാനത്തോടെ മരിക്കാം, അല്ലേ? യുക്തിവാദികളെല്ലാം പറയുമ്പോൾ അവർ കളിയാക്കുന്നൊരു കാര്യം ഇതാണ്. എന്താ പറയുക, ഇങ്ങനെ തോന്നിവാസമായിട്ട് ജീവിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, എനിക്കെന്തേ മരിക്കണ്ടേന്ന്, അല്ലേ? അവർ മരിക്കണ്ടേന്നാ ചോദിക്കുക, ജീവിക്കണ്ടേന്ന് ചോദിക്കൂല എന്ന്. ശരിക്കും നമ്മളെന്തുകൊണ്ടാണ് മരിക്കണ്ടേ ചോദിക്കുന്നത്? ഈ ജീവിതമല്ല നമ്മളെ ശാശ്വതം, നമ്മളെ മരണത്തിന് ശേഷമാണ് എന്താകുന്നത് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. എന്താണ്? അതെ, വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, അല്ലേ? പരലോക ഭവനമാണ് എന്ത്? ഏറ്റവും ഉത്തമമായതും അവശേഷിക്കുന്നതും. അതന്നെ നമ്മൾ പറഞ്ഞു വന്നതും. അപ്പോൾ നമ്മളെ അമലുകളിലേക്ക് നോക്കാം. എപ്പോഴും നമ്മളെ അമലുകളിലേക്കാണേ നോക്കേണ്ടത്. നമ്മളെ അമലുകളിലേക്ക് നോക്കാം, അല്ലേ? അള്ളാഹു കരുണ ചെയ്ത ആൾക്കാർ ചിന്തിക്കും, അതായത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കും അവൻ്റെ മുമ്പിൽ അവന് കാണാം. ധനം സമ്പാദിക്കുമ്പോഴായാലും ഇപ്പൊ ധനം സമ്പാദിക്കുന്നത് തെറ്റാ? ധനത്തിന് ഇഷ്ടപ്പെടുന്നത് തെറ്റാ? ഇഷ്ടപ്പെടുന്നത് തെറ്റൊന്നല്ല, സമ്പാദിക്കുന്നതും തെറ്റല്ല, അതിനുവേണ്ടി പണിയെടുക്കുന്നത് തെറ്റാ? ഒരിക്കലും അല്ല, അതൊന്നും തെറ്റല്ല. അതിലെല്ലാം നമ്മൾ എന്ത് കാണണം? റബ്ബിന്റെ തൃപ്തി കാണണം, അല്ലേ? ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൽ നല്ല നിയത്തുണ്ടായാൽ മതി, അല്ലേ? സ്വന്തം ജീവിതം നല്ല നിലയിൽ പോകണമെങ്കിൽ പൈസ വേണം, കുടുംബത്തിനെ നോക്കണമെങ്കിൽ പൈസ വേണം, സാധുക്കൾക്ക് ദാനം ചെയ്യണമെങ്കിലും പൈസ വേണം, അല്ലേ? അപ്പം കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ എൻ്റെ ഈ ധനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നുള്ള നല്ല നിയത്തോടു കൂടി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്? ഖൈറാണ്, അതെല്ലാം ഖൈറാണ്, അല്ലേ? എല്ലാ കാര്യവും
നല്ല നിയത്തോടു കൂടി നമുക്ക് ചെയ്താൽ ഹൈർ. അതല്ലാണ്ട് ധനത്തിനെ ഇഷ്ടപ്പെടണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അതിനോട് മാത്രമായി പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. നമ്മൾ പരലോകത്തെ മറപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് നമ്മളെ ഇഷ്ടം ഈ പണത്തിനോട് ആവാൻ പാടില്ല. അത്രയേ ഉള്ളൂ. എല്ലാം തന്നെ. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും അല്ലേ, പർദ്ദൻ്റെ കാര്യത്തിലായാലും. ഇപ്പം കല്യാണത്തിന് സാധാരണ ഖുറാൻ ക്ലാസ്സിന് പോകുമ്പോഴത്തെ പറഞ്ഞിട്ട് കല്യാണത്തിന് പോകില്ലല്ലോ. അതെന്തിച്ചാ? വല്ലാത്ത ചോദ്യാന്നല്ലോ ടീച്ചറേ. ഞാൻ ഖുറാൻ ക്ലാസ്സിന് പോകുമ്പോഴത്തെ പറഞ്ഞ കല്യാണത്തിന് മുമ്പിൽ ഇടല്. അങ്ങനെ മതി. എന്തിനാന്നൊരു മാറ്റം അല്ലേ? അത് ശരിയാന്നല്ലേ, അവർക്ക് കച്ചവടം വേണ്ടേ അല്ലേ? അവർക്കും ജീവിക്കണ്ടേ? ശരിയാ, നിങ്ങൾ നല്ല പറഞ്ഞ വായിക്കോട്ടോ. അവർക്കും ജീവിക്കണ്ടേ? അങ്ങനെ നല്ല നിയത്തോടു കൂടി വാങ്ങിയാട് കൂലി തന്നെയാണത്, കുറ്റൊന്നുമില്ല. പക്ഷെ ആളെ കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അവിടെ പോയി അറിയില്ലേ. ഇപ്പൊ ദുനിയാവിലൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളില്ലേ, അവര് അന്നത്തെ ദിവസത്തെ കണക്കെല്ലാം കൂട്ടി കഴിച്ച് പൈസ എല്ലാം എണ്ണി നോക്കിയിട്ടാണ് അന്ന് രാത്രി ഉറങ്ങും. അത് കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിലില്ലേ അന്ന് രാത്രി ശരിക്കും ഉറങ്ങാൻ കഴിയില്ല. രാവിലെ എണീച്ചപാട് ആ പൈസ ഉണ്ടാകാനെന്ന് അവർക്ക് നേരം ഉണ്ടാകാം. കണ്ട അനുഭവമാണ്. അങ്ങനെയല്ല, ഇവരടുത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാരണം പിറ്റേന്ന് രാവിലെ കുറെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടാവും അല്ലേ, കിട്ടാനുള്ളതുണ്ടാവും, കൊടുക്കാനുള്ളതുണ്ടാവും. അത് കൃത്യമായി നോക്കി കിട്ടിയ പൈസ കറക്റ്റ് തന്നെയാണോ ഉള്ളത് അല്ലേ, കൊടുക്കേണ്ട പൈസ ഇനി എത്രയുള്ളത്, ഇനി സാധനം രാവിലെ പോയാൽ വാങ്ങേണ്ടത് അല്ലെ, അങ്ങ് കൊടുക്കേണ്ടത്, അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ പൈസ എണ്ണിയിട്ടില്ല. ഇവർ ചില സമയത്ത് എൻ്റെ മാപ്പിള പറയും എണ്ണി നോക്കിയിട്ടില്ല, ഇന്നത്തെ പൈസ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയും. ചിലപ്പോൾ രാവിലെ തന്നെ സുബീനവാടുണ്ടാവും വിളിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും അത് കച്ചവടക്കാരെ ഒരു ഇത് അല്ലേ. അതേപോലെ അതിനെക്കാട്ടിയും ചിന്ത ഉണ്ടാകണം പരലോകത്തിന്റെ കച്ചവടക്കാർക്ക് എന്ന് പറയും. എന്ത്, നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്ത കച്ചവടം അല്ലേ, അത് ലാഭകരമായിനോ? എത്ര ആൾക്ക് കൊടുക്കാനുണ്ട്, എത്ര ആൾക്ക് കിട്ടാനുണ്ട്? തിജാറത്തൻ ലൻ തബൂർ. ചോദിക്കണോ? ആയത് ചോദിക്കണോ? ഇമ്പോസിഷൻ തരണോ? ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം അല്ലേ. അപ്പം പരലോകത്തിന്റെ കച്ചവടമാണത്. ദുനിയാവിലെ കച്ചവടക്കാർ ഇത്ര കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അല്ലേ, കൃത്യമായി അതെല്ലാം കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിലാക്കി വെച്ച് എല്ലാം നോക്കി അല്ലേ, എല്ലാം കൃത്യമായിട്ട് ചെയ്യൂ. നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അത് ചിന്തിക്കാനൊന്നും. അപ്പോൾ അതിനത്രയോ അല്ലേ, ഇപ്പം ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണം അല്ലെ, എല്ലാ കണക്കും കൃത്യമാകണം ഒരു ദിവസത്തേത്. എന്നാലേ അടുത്ത ദിവസം കൃത്യമായി കച്ചവടം ചെയ്യാൻ കഴിയൂ അല്ലേ. ഇതെല്ലാം പെൻഡിങ് ആകുമ്പോൾ ഭയങ്കര ഓരോന്ന് പിന്നെ ഇന്നത്തെ പെൻഡിങ് ആയാലും നാളത്തെയും പെൻഡിങ് ആയിപ്പോവും. കാരണം ഇന്നത്തെ തീർക്കാണ്ട് നാളത്തെ ഇതാക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ കുറേ ഭാരമായിട്ട് വരും. ഇതിനെക്കാട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്ത്, പരലോകത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ തന്നെ ഇത് വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അതെ അതന്നെ, അതെല്ലാം നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ നമ്മളും ചിന്തിക്കേണ്ടത് അല്ലേ. നമ്മളെ ദിക്റുകൾ തന്നെയാണ് നമുക്ക് രക്ഷയായിട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നത് പലപ്പോഴും അല്ലേ. ദിക്റുകൾ നമുക്ക് എത്ര എടുക്കാൻ കഴിഞ്ഞോ, അതെ, അതിനെക്കാട്ടിയും വലിയ ഒന്നുമില്ല. ശരി തന്നെയാണ്, ദിക്ർ തന്നെയല്ല എല്ലാ കർമ്മം അല്ലേ. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെക്കാട്ടിയും മുമ്പിൽ നിന്നത് എന്താണ്, ദിക്റുള്ളയാണ്. അപ്പൊ ആ ദിക്റുള്ള നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാം എല്ലാ സമയത്തും. അത് നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ കൽബിലുണ്ടെങ്കിലും വരെ മതി. അപ്പൊ അതുകൊണ്ട് ദിക്റുള്ള മുറുകെ പിടിക്കുക. ഈ പറഞ്ഞ പോലെ തുലാസ് എത്രയെങ്കിലും ഘനം തൂങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ പരിശ്രമിക്കാം. അതുപോലെ തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ, അതെന്താണ്? സൽസ്വഭാവം, ഹുസ്നുൽ ഖുൽഖ് അല്ലേ. അതും നമ്മൾ എന്താക്കണം, കീപ്പ് ചെയ്യണം എല്ലാ മേഖലയും. ഏറ്റവും നല്ലോണം പെരുമാറേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അള്ളാഹിനോട് നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറേണ്ടത്. ഭർത്താവിനോടും മാതാപിതാക്കളോടും പെരുമാറണം. പക്ഷെ ഫസ്റ്റ് ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ കാണിക്കേണ്ടത് അള്ളാഹിനോട്. അതെങ്ങനെ അള്ളാഹിനോട് നല്ല നിലയിൽ പെരുമാറാം?
ആ അവിടെ നമ്മൾ അതാണ് സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഫസ്റ്റത്തെ ഇത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഏറ്റവും മുകളിൽ, ഏറ്റവും ടോപ്പിൽ, ഏറ്റവും മിഡിൽ, ഏറ്റവും ടോപ്പിൽ അർഷിന്റെ നേരെ താഴെയായിട്ട് ഉണ്ടാകുന്നത് ആരാണ്? സൽസ്വഭാവികളാന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നാട്ടുകാരോടും വീട്ടുകാരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നതല്ല, എല്ലാ നീചപ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് സൽസ്വഭാവം, അല്ലെ? എല്ലാ അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിവാകുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട്, അതന്നെയാണ് തഖ്വ, അല്ലെ? അതന്നെയാണ് മുത്തഖി. ഒരു മുത്തഖിക്ക് മാത്രമേ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാകാൻ കഴിയൂ. അതുകൊണ്ടാണ് സൽസ്വഭാവം ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ കാരണം. നഫ്സുൻ മുത്മയിന്ന ആകണം. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ അടുത്തായിട്ട് നോക്കാം. അടുത്തായിട്ട് എന്താ പറയുന്നത്? അല്ലേ? അന്നത്തെ ദിവസം വുജൂഹുൻ ചില മുഖങ്ങൾ യൗമ ഇതിൻ അന്നത്തെ ദിവസം നാദിറ എന്താണ്? നല്ല പ്രസന്നമായ മുഖപ്രസന്നതയോട് കൂടിയുള്ള നല്ലതായിരിക്കും, അല്ലേ? നമുക്ക് സൂറത്തുൽ ഗാശിയ എടുത്ത് നോക്കിയട്ടെ, അല്ലേ? അവിടെ രണ്ട് മുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാക്കുന്നു, രണ്ട് മുഖങ്ങൾ അവിടെയും പറയുന്നുണ്ട്, അല്ലേ? എന്താ പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് വുജൂഹു യൗമ ഇതിൻ ഖാശിഅ, അല്ലേ? അതെന്താണ്? ഖുശൂഉള്ള, അല്ലേ? താഴ്മയോട് കൂടി നിൽക്കുന്നത്. പക്ഷെ അവര് ആമിലത്തു നാസിബയാണ്, അല്ലേ? പണിയെടുത്ത് ക്ഷീണിച്ചവരാണ്. കുറേ പണിയെടുത്തിന്, പക്ഷെ എന്തായിട്ടില്ല? അതൊന്നും നാളേക്ക് ഫലം ചെയ്യുന്ന രീതിയിലായിട്ടില്ല. നേരെ താഴെ കുറച്ചിപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വുജൂഹു യൗമ ഇതിൻ നാഇമ, അല്ലേ? അതാണ് നല്ല തിളക്കമുള്ള, അല്ലേ? അതെന്താണ്? ലിസഇഹ റാദിയ. ലിസഇഹ അവരുടെ പരിശ്രമം, അല്ലേ? പരിശ്രമത്തിന്റെ ആ ഒരു തൃപ്തിയാണ് റാദിയ. തൃപ്തികരമായ ആ ഒരു പരിശ്രമത്തിന്റെ അനന്തരഫലമായിക്കൊണ്ടാണ് എന്താകാൻ കഴിയുന്നത്? നാളെ നല്ല തിളങ്ങുന്ന മുഖങ്ങളോട് കൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലെ? റബ്ബിനെ നാളെ നമുക്ക് കാണണം, അല്ലേ? കാണേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അന്ന് നമ്മുടെ മുഖം എങ്ങനെ ആയിരിക്കും? കാണൂന്ന് വിചാരിക്കണ്ട, കാണൂ, എന്തായാലും കാണൂ, അല്ലേ? കാണണ്ടേ? പിന്നെ നമ്മള് അതെ പ്രാർത്ഥിക്കുകയും ചെയ്യണം, അതിയായ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യണം. എന്നാലേ നമുക്കതിന് സാധിക്കും. അതെ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ. നമ്മൾ സൂറത്തുൽ ഹാഖയിൽ പഠിച്ചില്ലേ? അവിടെയും ഈ ഒരു ഇതന്നെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആൾക്കാരെ അവസ്ഥയെ പറയുന്നത്, അല്ലേ? അന്ന് അവന് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് എല്ലാരെയും വിളിച്ചിട്ട് ഇങ്ങനെ പറയില്ലേ, ഇതാ നോക്ക് എൻ്റെ കിതാബ് നോക്കിയാ, അല്ലേ? നമുക്കിപ്പോൾ, അല്ലേ, നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മളത് എല്ലാവരും വിളിച്ചറിയിക്കും, അല്ലേ? ആ ഒരു സന്തോഷം നമ്മൾ എന്താക്കും? പങ്കുവെക്കും, അല്ലേ? നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് മിന്നാന്നൊരു 3rd പ്രൈസ് കിട്ടിയപ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടായില്ലേ? ഞാൻ സത്യം പറഞ്ഞാല് ചുളുവിലെന്തോ അങ്ങനെ പിന്നെ ആ കുട്ടിക്ക് വിട്ടെടുത്തതാണ് 114 അറിയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ. അല്ലാ മാഷാ അല്ലാ. പിന്നെ പക്ഷെ അതെനിക്ക് കിട്ടാൻ കണക്കാക്കിനി, അല്ലേ? അതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അംഗീകാരങ്ങൾ പോലും നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം. അപ്പൊ പരലോകത്ത് അള്ളാന്റെ അടുത്ത് വലത് കയ്യിൽ നമുക്ക് ഗ്രന്ഥം ലഭിക്കാന്ന് പറഞ്ഞാല് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അത്, അല്ലേ? ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതില് നമുക്കത് ആ ഗ്രന്ഥം വലത് കയ്യിൽ കിട്ടാൻ കാരണം പറയുന്നുണ്ട്, അല്ലേ? ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഞാന് ഈ ഹിസാബ് പ്രതീക്ഷിച്ചിന്, റബ്ബിന്റെ മുമ്പിലുള്ള ഹിസാബ് പ്രതീക്ഷിച്ചിട്ടാണ് അയാൾ ദുനിയാവിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് എന്ത്
ഇത് കിട്ടുന്ന വലത് കയ്യിൽ. നമ്മൾ ഓരോരുത്തർ അതാ നാളത്തെ പരലോകമാണ് നമ്മളെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. മുമ്പിൽ നമ്മളെ ഹൃദയത്തിൽ നമ്മളെ മുമ്പിൽ എന്തൊരു അമൽ ചെയ്യുമ്പോഴും വിചാരിക്കണം റബ്ബിനെ അല്ലേ ഉണ്ടാവും. എന്തായാലും എല്ലാ കാര്യത്തിനും നമുക്ക് ആ പരലോക ചിന്ത വന്നല്ലേ ഈ ദുനിയാവിൽ ഒരു കാര്യം നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അത് വരണം നമ്മൾ മുമ്പിൽ ആ സ്പോട്ടിൽ ആ ചിന്ത വരുത്താൻ കഴിയണം നമ്മൾ. പിന്നെ എന്നിട്ട് ഫഹ്വ ഫീ ഐശത്തിൻ റാദിയ അല്ലേ, അവന് തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും ഉണ്ടാകുക. വലത് കയ്യിൽ ഗ്രന്ഥം അവർക്കാണ് വുജൂഹു യൗമ ഇദിൻ നാളിറ, വുജൂഹു യൗമ ഇദിൻ നാഇമ അല്ലേ. വുജൂഹു യൗമ ഇദിൻ നാഇമ പറയുമ്പോൾ അതിന് ശേഷം എന്താ പറയുന്നത്? ലിസഇഹ റാദിയ അല്ലേ, അതൃപ്തികരമായ പരിശ്രമം പ്രവർത്തനം. ഫീ ജന്നത്തിൻ ആലിയ അല്ലേ, ഫീ ജന്നത്തിൻ ആലിയ. സൂറത്തുൽ ഹാഖയിലും അതന്നെ ഫീ ജന്നത്തിൻ ആലിയ. സൂറത്തുൽ ഗാഷിയയിലും അതന്നെ ഫീ ജന്നത്തിൻ ആലിയ അല്ലേ, ഉന്നതമായ സ്വർഗത്തിൽ. അള്ളാഹു നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കട്ടെ, ആമീൻ. ഖുതൂഫുഹ ദാനിയ അല്ലേ, അതിലെ പഴങ്ങൾ നമ്മളടുത്തേക്ക് വരും, അടുത്തേക്ക് ഇങ്ങനെ വരും അല്ലേ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കൊലയോടെ ഇങ്ങനെ വന്നിട്ട് അല്ലേ നമ്മളെ ചുണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് എന്താക്കാം, കൈകൊണ്ട് പോലും പറിക്കാതെ ഇങ്ങനെ കടിച്ചു തിന്നല്ലേ. അപ്പൊ കഴുകണ്ടേ? കഴുകണോ? വേണ്ടല്ലേ. ഇത് മരുന്നടിച്ചതൊന്നുമല്ല അല്ലേ, പരിശുദ്ധമായതാണ്. സുബ്ഹാനല്ലാഹ്, ഇതിലെ നമുക്ക് ആസ്വദിക്കണ്ടേ അല്ലേ. ബാത്റൂമിൽ പോണ്ട, ഒന്നും വേണ്ട അല്ലേ. അപ്പൊ ഈ പറഞ്ഞ സൗകര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? ഇത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. കുലു എന്നിട്ട് അവിടുന്ന് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. എന്താണ്? നീ തിന്നോ കുടിച്ചോ ഇഷ്ടം പോലെ സുഭിക്ഷമായി എത്ര വേണമെങ്കിലും. ഹനീ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിനെന്തില്ല, ഒരു കണക്കും കഴിയൂല, എങ്ങനെ എത്ര വേണമെങ്കിലും. എന്താ കാരണം എന്ന് വെച്ചാൽ നീ ദുനിയാവിൽ കുറേ കാലം മാറ്റി വെച്ചിന് അല്ലേ, തിന്നാതെയും കുടിക്കാതെയും അല്ലേ. സ്വന്തം ആവശ്യമുണ്ടായിരിക്കെ തന്നെ നമ്മളൊരാൾക്ക് അല്ലേ കൊടുക്കാൻ കാണിക്കുന്ന മനോഭാവം, അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വരാന് ഈ പറഞ്ഞ ആസ്വാദനങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുക. ഈ സൂറത്തുൽ ഹാഖയിലെ അവസാനം വരുന്നുണ്ടല്ലോ, പിന്നെ നരകത്തിന്റെ ഷിമാല് ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആൾക്കാരെ പറയുമ്പോൾ അവിടെ അവസാനം വരുന്നുണ്ട്. എന്താ പറയുന്ന അറിയോ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം. അവരെന്താക്കിയിട്ടില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല ഒന്ന്. പിന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രോത്സാഹനവും കാണിച്ചിട്ടില്ല. അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ഹമീമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവൂല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ഇലാ റബ്ബിഹാ, അവയുടെ റബ്ബിങ്കലേക്ക് അല്ലേ. ആ മുഖങ്ങൾ, ആ കണ്ണുകൾ നമ്മളെ സൃഷ്ടിച്ച ആ റബ്ബിലേക്ക് നാദിറ, അങ്ങനെ അല്ലേ ദൃഷ്ടി തിരിച്ച് നോക്കുന്നവയായിരിക്കും എന്ന് പറയും. രണ്ടും വേറെ വേറെയാണ്. അതന്നെ നാദിറ ദ്വാദ് അല്ലേ, അത് പ്രസന്നമായ ശോഭയുള്ളത് എന്നുള്ളത്. മറ്റേ നദറ അല്ലേ, ദ്വാദ് അത് രണ്ടിൻ്റെയും ഉച്ചാരണം സ്വാദിന്റെ ദ്വാദ് പറയുമ്പോൾ നമ്മള് നാവിന്റെ സൈഡ് ഭാഗം അണൽപ്പല്ലിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വരേണ്ടത്. നാദിറ പിന്നെ വരുന്ന നാളിറ എന്നുള്ള അതെന്താണ്, നാവിന്റെ അതായത് ന്റെ ഒരു ടച്ചാണ് വരേണ്ടത്. നാദിറ ഓക്കെ. ശരിക്കും അലം നഷ്റഹ് ഓതുമ്പോ, പണ്ട് ഞാൻ ഓതുമ്പോ അൻഖദ ദഹ്റക ഒരുപോലെ ഓതല്, അൻഖദ ദഹ്റക
ബ റ. അക്ഷരങ്ങള് വ്യത്യാസത്തിനും അർത്ഥ വ്യത്യാസം ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ. നാദിറയും രണ്ടും ഒരുപോലെ ഓതരുത്, രണ്ടും വേറെ വേറെയാണ്. ആ ആ അതെ, ശരിക്കും ആ ഒരു അറബിക് ടച്ച് പലർക്കും വരുന്നില്ല. അള്ളാഹ് പുറത്തു തരട്ടെ, ആമീൻ. അല്ലേ, കുറേ ഭാഗം വന്നാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ ശരിയായി വരുന്നുണ്ട് അല്ലേ, തജ്വീദിന്റെ കാര്യത്തിലെല്ലാം. ശ്രമിച്ചിട്ടും കിട്ടാത്തവരുണ്ട്. എന്ന് വെച്ചാല് ഒരു വൈകല്യം പോലെ ചില അക്ഷരങ്ങൾ എത്രയായാലും പറയാൻ കഴിയൂല. ഞാൻ കറക്ഷൻ കൊടുക്കുന്ന ഒരാളുണ്ട്, അവർക്ക് ഹ പറയുമ്പോൾ ഹ തന്നെ വരും. റഹ്മാൻ റഹീം ഹാന്ന് അത് പറയാൻ കഴിയുന്നില്ല. അപ്പൊ അവർക്ക് കുറ്റിയില്ലല്ലോ. എന്നുവെച്ചാൽ കുറച്ച് ഒരു ഹാന്റെ അടുത്ത് ഒരു കുത്ത് വരുന്ന പോലത്തെ ഒരു സൗണ്ടാണ് വരുന്നത്. അപ്പം അതെ, സ്പീഡ് കുറച്ച് ഓതുമ്പോ കുറേ ഭാഗം നമുക്ക് ശ്രദ്ധിച്ച് ഓതാൻ കഴിയും. നമ്മളില്ലേ ഖുർആൻ ഓതുമ്പോ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും പിന്നെ നമ്മൾ അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ ഭാഗം ഖിറാഅത്ത് നമുക്ക് നന്നാക്കാൻ കഴിയും, ശ്രദ്ധിക്കാൻ കഴിയും. ഖിറാഅത്തിലെ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയും. അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ പതുക്കെ ഓതിയാൽ അതിന് കൂലിയുണ്ട് അല്ലേ. അപ്പം സാവകാശം ഓതിയാൽ മതി എല്ലാവരും, ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം റബ്ബിലേക്ക് അല്ലേ ചില മുഖങ്ങൾ നല്ല മുഖപ്രസന്നതയുള്ളതായിരിക്കും, റബ്ബിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ അല്ലേ. ആ സ്വർഗത്തിൽ എന്തില്ല, ഒരു അനാവശ്യവും കേൾക്കൂല, ഒരു വേണ്ടാത്ത ഒരു വർത്തമാനം ഉണ്ടാവില്ല അല്ലേ. ഫീഹാ ഐനുൻ ജാരിയ, നല്ല ഒഴുകുന്ന, ആ സൂറത്തിലെ ആശയിലെ ആയത്തുകളാണ് ഞാൻ ഓതുന്നത്. ഐനും ജാരിയ പറയുന്നത് ഞാനിങ്ങനെ മറിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊന്നും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഓതുന്നതാ. ഇതെല്ലാം നിങ്ങൾ അറിയുന്ന സൂറത്തായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതാണ്. അതെ. അപ്പം വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ അല്ലേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുവേ അല്ലേ നിന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അല്ലേ. ലദ്ദത്തൻ നദർ അല്ലേ, ആ ഒരു ആസ്വാദനം. ഇലാ വജ്ഹിക്കൽ കരീം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്കൽ കരീം. അല്ലാഹുവേ നിന്റെ ആ ഒരു മുഖം അല്ലേ ദർശിക്കാനുള്ള ആ നോട്ട് അത് കിട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ അല്ലേ. നമ്മളെല്ലാവരും അങ്ങേറ്റം ആഗ്രഹിക്കുന്നു അല്ലേ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്ര സമയം നമുക്ക് ഒരു സന്തോഷം നൽകുന്ന 2 ആയത്തുകളാണ് അല്ലേ. വുജൂഹു യൗമഇദിൻ നാദിറ, അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് സന്തോഷിക്കാൻ കഴിയണം. ഇവിടുന്ന് നമ്മൾ എത്ര കരഞ്ഞാലും പ്രശ്നമില്ല അല്ലേ. ഇവിടെ നമ്മൾ എത്ര ദുഃഖം അനുഭവിച്ചാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഇതെന്താണ്, ഇത് തീർന്നു പോകുന്നതാണ് അല്ലേ, ആജിലാണ്, അതങ്ങ് തീരും. പക്ഷെ ശാശ്വതമായിട്ട് സ്ഥിരവാസത്തിന്റെ ആ ഒരു സ്വർഗീയ സുഖം അല്ലെ, അവിടെ നിന്ന് നമുക്ക് റബ്ബിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാന്ന് പറയുന്നത്, അതെങ്ങാനും നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ ഇവിടെ അടുത്ത പറയുന്നത് ശരിക്കും ഈ സൂറത്തിൽ ഖിയാമ ഓതുമ്പോ കാര്യങ്ങൾ ഇങ്ങനെ കരയുന്ന കേൾക്കുമ്പോ അപ്പൊ നമുക്ക് അർത്ഥം അറിയില്ല. ഞാൻ ആ കരയുന്ന കേട്ടിട്ടാണ് ഈ സൂറത്ത് പഠിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അവരത് മനസ്സിലാക്കിയിട്ട് അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണ് കരയുന്നിങ്ങനെ ഓതുമ്പോ. നമുക്ക് അല്ലെ ഇനി ചിലപ്പോ നമുക്ക് ഒരുപക്ഷെ കരച്ചിൽ വരുമായിരിക്കും. കാരണം ഇങ്ങനൊരു അവസ്ഥ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ആ ഒരു എന്താ പറയാ ആ ചുക്കി ചുളിഞ്ഞ് ഇരുണ്ട ഒരവസ്ഥയിലാണ് നമ്മളെ മുഖങ്ങളെങ്കിൽ അല്ലേ.
ഒരുപാട് അമൽ ചെയ്ത് എന്നിട്ട് ഒന്നുമില്ലാത്ത പാഴായി പോകുന്നൊരവസ്ഥയാണെങ്കിലോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബിനെ നമുക്ക് ഏറ്റവും അല്ലെ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുന്ന ആ സമയം തന്നെ നമുക്ക് സന്തോഷത്തോടെ വിട പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ എപ്പോഴും ചോദിക്കണം, ഏറ്റവും നല്ല പര്യവസാനം. അല്ലെ അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസരം നമ്മുടെ വാക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. നമ്മൾ കേൾക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ആ ഒരു വിളിയായിരിക്കണം. നമ്മൾ കാണുന്നത് സ്വർഗത്തിന്റെ മലായിക്കുകളാകണം. അപ്പോഴേ നമുക്ക് സമാധാനമുള്ളൂ. അല്ലെ എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. ഇപ്പൊ ഈ ദുനിയാവിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തില് സമാധാനത്തില് ജീവിക്കുന്നു എന്ന് ചില ആൾക്കാർ പറയും. അല്ലെ എന്ത് കണ്ടിട്ടാ? ശരിക്കും നമ്മള് ഈ പറഞ്ഞ പോലെ ഒരിക്കൽ അബ്ദുസലാം മോഹത്തിന്റെ ഒരു ക്ലാസ് ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് അറഫയിലെത്തിയിട്ട് ഹജ്ജിന് പോയിട്ട് അറഫയിലെത്തിയിട്ട് ആളെത്തിയിട്ട് കരച്ചിൽ വരുന്നില്ല, എല്ലാവരോടും കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ശരിക്കും ആടെ എത്തിയാൽ കരയാത്ത ആരും ഉണ്ടാവില്ല. കാരണം പക്ഷെ അയാൾക്ക് എത്രയായിട്ടും കരയാൻ കഴിയുന്നില്ല പോലും. എന്നിട്ട് ചോദിച്ചു, എനിക്ക് കരയാൻ പറ്റുന്നില്ല, അല്ല കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചോദിച്ചു, നീ നിന്റെ മാതാപിതാക്കളോടെല്ലാം എങ്ങനെ നല്ല ഇതിലാണ്? അപ്പോൾ ഉമ്മയായിട്ട് എന്തോ ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു. അന്നേരം പറഞ്ഞ് ഇപ്പം തന്നെ വിളിക്കുന്നു പറഞ്ഞു. ആ അറഫയിൽ നിൽക്കുന്ന ആ സ്പോട്ടിൽ അയാളെ കൊണ്ട് ഉമ്മാനെ വിളിപ്പിച്ച് എന്നിട്ട് സംസാരിച്ച് അത് സോൾവ് ആക്കി. എന്നിട്ട് പിന്നെ അയാൾ കരച്ചിൽ നിർത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മളെ ജീവിതത്തിലില്ലേ തിന്മകൾ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൗബ തന്നെയാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. കാരണം പാപങ്ങൾ കഴുകി കളയാനുള്ള ഒരേ ഒരു മാർഗം പശ്ചാത്താപം തന്നെയാണ്. അല്ലേ? പശ്ചാത്താപം കൊണ്ട് നമ്മൾ എന്താക്കണം? അതിനെ ശുദ്ധീകരിക്കണം. അപ്പം നമുക്ക് കരയാൻ കഴിയണം വെച്ചാൽ ഇപ്പം നമുക്ക് ഈ പറയുമ്പോൾ ഈ ഒരു ആയത്ത് അവിടെ നമുക്ക് തട്ടണം. അന്നത്തെ ആ ഒരു അവസ്ഥ നമ്മളെ മുമ്പിൽ കാണണം. അല്ലേ? തദുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ. എന്താണ് ആ നഫ്സ് അല്ലേ? എന്താണ് വിചാരിക്കുന്നത്? എന്തോ ഒരു വിപത്ത് ബാധിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാകേൻ, എന്തോ ഒരു അത്യാപത്ത് വരാൻ തനിക്ക് വന്ന് ഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് അയാൾ നഫ്സ് മനസ്സിലാക്കേൻ. അത് മനസ്സിലാവും എന്ന് പറയുന്നുണ്ടല്ലേ? എല്ലാവർക്കും മനസ്സിലാവും പോലും. എപ്പോ? മരിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ആ നഫ്സിന് ആ റൂഹിന് മനസ്സിലാകും പോലും ഇനി എൻ്റെ ജീവിതം അങ്ങോട്ടേക്കുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അല്ലേ? ആ ഒരു സമയത്ത് തീരുമാനിക്കാം. എന്താണ് അതുകൊണ്ടല്ല, അത് നമ്മളെ കാഴ്ചന്റെ ഇതാണ്. അത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ കുറെ പറയുന്നുണ്ട്. ഒരുപാട് ഇത് വരുന്നുണ്ട് മരണത്തിന്റെ. രണ്ട് വിധത്തിലാണ് മരണം പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ് മരണം. ഒന്ന് നല്ല മരണം, ചീത്ത മരണം. അല്ലേ? സത്യവിശ്വാസി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല മരണം അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഒരാൾ ഒരു പക്ഷേ വിശ്വാസി ആയിരുന്നിട്ടുണ്ടാകാം, പക്ഷെ അവൻ എന്താക്കിയിട്ടില്ല, സൽക്കർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചിട്ടില്ല. പകരം ഒരുപാട് ചീത്ത പ്രവർത്തനങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവന് മരണം എന്തായിരിക്കും? വളരെ ചീത്തയായ മരണമായിരിക്കും. അല്ലേ? ഇപ്പം നല്ല മരണങ്ങൾ സംഭവിക്കുന്ന ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെ അവന് സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്.
ഒന്നാമതായിട്ട് നല്ല മരണത്തിന്റെ ലക്ഷണം പറയുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യം പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും അത് പറയണം അല്ലേ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറഞ്ഞേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം അല്ലേ. 5 നേരം ബാങ്ക് കൊടുക്കുന്ന ഒരാളെന്ന് വിചാരിച്ചോ, വേറാബിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കുന്നു എപ്പോഴും അല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുന്നു. ഇത് പറഞ്ഞിട്ട് നേരെ ജാറത്തിലും മക്ബറയിലും പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ ഇലാഹാക്കുന്നത് അള്ളാഹുവിനെ മാത്രം. അല്ലാണ്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ നമ്മളെ ജീവിതം കൊണ്ട് അതെന്താക്കണം, നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അഷ്ഹദു നമ്മളെപ്പോഴും പറയുന്നുണ്ട് അല്ലേ, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ നമ്മളെല്ലാത്തിനും നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാകണം? അള്ളാഹുവിനെ മാത്രമാകണം അല്ലെ. അള്ളാഹിനെ മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മളിങ്ങനെ പ്രതിജ്ഞാവാക്യം എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അത് നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ഖൽബിലും നമ്മുടെ പ്രവർത്തനത്തിലും എല്ലാം അത് വരണം. എത്ര ആയാലും ചില ആൾക്കാർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലെ. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇപ്പൊ നേർച്ചയോ ഉറൂസിന്റെ എല്ലാം എന്താ പറയാ കൊടി കുത്തി നടക്കുന്ന അല്ലെ, വല്ലാത്തൊരു അവസ്ഥ കണ്ടിട്ട്. ഇങ്ങനെ വാട്സപ്പിലെല്ലാം അതിന്റെ ഇതെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അവർക്ക് എന്തിനാ ഇതെല്ലാം എടുത്ത് ഇടുന്നത്, കാണാൻ കഴിയുന്നില്ല. മുസ്ലിങ്ങളാണിത് നടത്തുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അല്ലെ. അള്ളാഹു ഇങ്ങനെയുള്ള കൗമിനെല്ലാം അതന്നെ പറയുന്നത്. എന്താണ് പാട്ട്, സിനിമാ പാട്ടെല്ലാം വെച്ചിട്ടല്ലേ ഇതാക്കുന്നു, ഫുൾ മ്യൂസിക്. ഒരു ഭാഗത്ത് പ്രസംഗം പറയുന്നുണ്ട് പോലും. അള്ളാഹു അഹലം അല്ലെ, അള്ളാഹു അക്ബർ. അപ്പം എല്ലാ മുസ്ലിം ഉമ്മത്തിനും അല്ലെ, എല്ലാ വിഭാഗക്കാർക്കും സത്യം മനസ്സിലാക്കി ആ തൗഹീദിന്റെ മാർഗത്തിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് അള്ളാഹുവിലേക്ക് വരാനുള്ള തൗഫീഖ് അല്ലെ, ആ ഹിദായത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറയുന്നത് കേൾക്കാനും അത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും. കാരണം ഹിദായത്ത് കൊടുക്കേണ്ടത് ആരാണ്? അള്ളാഹ് തന്നെ എത്തിച്ചു കൊടുക്കണ്ട അല്ലെ. ഓരോ ആൾക്കാർ, ഒരു സഹോദരി 2 ദിവസം മുമ്പ് എന്നോടൊരു സങ്കടം പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇവരോട് പറയുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇതാക്കൂല, ഞാൻ അവർ പറയുന്നതേ കേൾക്കൂ, അതുകൊണ്ട് ഞാൻ എന്നോട് ഇതൊന്നും പറയണ്ട. ഞാൻ പറയണ്ട, നിങ്ങൾ പറഞ്ഞ ബാധ്യത കഴിഞ്ഞില്ലേ. പക്ഷെ അവർക്ക് ഭയങ്കര സങ്കടം, പറയുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നു. അത്രയും ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഷിർക്കിന്റെ ഇതിന്റെ എല്ലാം ഇത് ആകുമ്പോ ഒരു വിഷമം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഞാൻ പറഞ്ഞേ അപ്പൊ അത് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ ചൊല്ലിയുള്ള മരണം. രണ്ടാമത്തെ പറയുന്നത് നെറ്റിത്തടം ഉയർത്തുകൊണ്ടുള്ള മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറൈദ ഇബ്നു ഹുസൈർ റളിയല്ലാഹു അൻഹു നിവേദനം പറയുന്നു, അദ്ദേഹം ഖുറാസാനിലായിരുന്നപ്പോൾ രോഗിയായ തന്റെ സഹോദരനെ അദ്ദേഹം സന്ദർശിച്ചു. ആ സഹോദരൻ മരണവേളയിൽ തന്റെ നെറ്റിത്തടം ഉയർത്ത നിലയിലാണ്. അപ്പോൾ ബുറൈദ പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മുഅ്മിനിന്റെ മരണം നെറ്റിത്തടം ഉയർത്തുകൊണ്ടായിരിക്കും. അത് മുഅ്മിനിന്റെ മരണമായിട്ട് പറയുന്നത്, നെറ്റിത്തടം ഉയർക്കുന്നത്. പിന്നെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെടൽ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടാന്നുള്ളതും എന്താണ്? വെള്ളിയാഴ്ച ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വെള്ളിയാഴ്ച ദിനം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ മരണപ്പെടുന്ന യാതൊരു മുസ്ലിമുമില്ല, അള്ളാഹു അദ്ദേഹത്തെ ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്ന് സംരക്ഷിക്കാതെ. വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി മഗ്‌രിബോട് കൂടിയിട്ട് തുടങ്ങിയില്ലേ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്. അങ്ങനെ കുറേ പറയുന്നുണ്ട്. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേ മരണപ്പെട്ടാൽ, എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതോടുകൂടി അവന് അന്ത്യം കുറിക്കപ്പെടുകയുമാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇനി ആരെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയും അതോടുകൂടി മരണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്.
ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ച് ഒരു സദഖ നൽകുകയും അതോടുകൂടി അവൻ അന്ത്യം കുറിക്കപ്പെടുകയുമാണെങ്കിൽ അവനും സ്വർഗത്തിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുലേ നമുക്കൊക്കെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ മരണം എങ്ങനെയായിരിക്കല്ലേ? ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ പറയുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദാണ്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ? അള്ളാഹിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുക, കൊല്ലപ്പെടുകയോ ഷഹീദായി മരണപ്പെടുകയോ ചെയ്താൽ അവന് സ്വർഗം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? സ്വർഗം ഉണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് ഭയങ്കര ദറജയും പറയുന്നുണ്ട് അല്ലെ? അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെടാൻ ഇപ്പം പിന്നെ ഒരാൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, രക്തസാക്ഷിയായിട്ട് മരിപ്പിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് അയാൾ വിരിപ്പിൽ കടന്ന് മരിച്ചാലും അവന് രക്തസാക്ഷിന്റെ പ്രതിഫലം ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, അള്ളാന്റെ മാർഗത്തിൽ പോരാടി ആ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ഒരാൾ വിരിപ്പിൽ കടന്ന് രോഗിയായി കടന്ന് മരിച്ചാലും അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം ഉണ്ട് എന്നാണ് പറയുന്നത്. രക്തസാക്ഷിയുടെ മരണം എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ദർജയാണ് സ്വർഗത്തിൽ. ഓരോ സ്ഥാനം പറയുമ്പോൾ നമ്മൾ ഇപ്പം പറയുന്നില്ലേ, ഒരു കാലഘട്ടം അന്ന് ഒരു സുന്നത്ത് ഹയാത്താക്കിയാൽ 100 ഷഹീദിന്റെ പ്രതിഫലം അങ്ങനെയെല്ലാം പറയുന്നില്ലേ? അത് നമ്മൾ നിസ്സാരമാക്കേണ്ട കാര്യമേ അല്ല അല്ലേ? ആ പ്രതിഫലം അത് അത്രയും വലുതായത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ഒരു പ്രതിഫലം അല്ലാഹു തആല നമുക്ക് റസൂല പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള ആ ഒരു ദർജകളൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഒരു എന്താണ് പരിശ്രമം അല്ലാഹു തആല പാഴാക്കുകയില്ല എന്നാ പറയുന്നത്. അള്ളാഹു വിശ്വാസികളുടെ പ്രവർത്തനം എന്താക്കൂല, പാഴാക്കി കളയുകയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നെ വരുന്നത് എന്താ അറിയോ? കാവൽക്കാരനായിരിക്കെയുള്ള മരണം. അതായത് അള്ളാന്റെ മാർഗത്തിൽ കാവൽ നിൽക്കാന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇപ്പം യുദ്ധത്തിനെല്ലാം ഒരുക്കം കൂട്ടുന്ന ആ ഒരു സമയത്ത് മുസ്ലിങ്ങളെ കാവലായിട്ട് അല്ലെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനൊരു ആവശ്യം നമ്മളെ മുമ്പിൽ ഇല്ല. എന്നിരുന്നാലും ചിലപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാന്നായിരിക്കും ഉണ്ടാവുക അല്ലെ? ചില സ്ഥലത്തെല്ലാം മുസ്ലിങ്ങൾ വളരെ ഭീതിയോടെ കഴിഞ്ഞു കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർക്കൊരു കാവലായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ ആ കാവൽക്കാരനായിരിക്കെ മരണപ്പെടുകയോ ചെയ്താലും അവനെന്തുണ്ട്, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. സ്വർഗത്തിൽ അവന് സ്വർഗമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു രാവും ഒരു പകലും അതിർത്തിയിൽ കാവൽ നിൽക്കലാണ് 1 മാസക്കാലം നോമ്പെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്ന് പറയുന്നത്. അത് ആ ഒരു അമലിന്റെ ശ്രേഷ്ഠത പറയുന്നതാണ്. പിന്നെ നമ്മള് പിന്നെ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മരണം സംഭവിച്ചു പോയാല്, ഇപ്പൊ ശത്രുക്കൾ ഈ പറഞ്ഞ പോലെ യുദ്ധമൊന്നും അല്ലാത്ത രീതിയിൽ തന്നെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ആക്രമണം നടത്തിയിട്ട് നമ്മൾ പ്രതിരോധിക്കുകയും എന്നിട്ട് ചിലപ്പോൾ നമ്മൾ മരണപ്പെടുകയും ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ പിന്നെ കുടുംബത്തിന് ഇപ്പം നമ്മളെ മക്കൾക്കോ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കാൻ ആക്രമിക്കാനും വരുന്ന സമയത്ത് നമ്മളത് തടയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാലോ എന്തെങ്കിലും അങ്ങനെയുള്ള അപകടങ്ങളിൽ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ മരണം അതിനെല്ലാം എന്താ പറയുന്നത്, ഈ രക്തസാക്ഷിയുടെ പ്രതിഫലം എന്നാണ് പറയുന്നത്. പിന്നെ ഈ പകർച്ചവ്യാധികൾ മൂലം പ്ലേഗ്, വസൂരി, അങ്ങനത്തെ കുറേ രോഗങ്ങളുണ്ടല്ലോ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായത്. അങ്ങനെയുള്ള വയറ്
സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വധിക്കപ്പെട്ടാൽ അയാൾ രക്തസാക്ഷിയാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകുന്ന വിഷയത്തിലുണ്ടാകുമ്പോൾ, പിന്നെ തീപ്പൊള്ളലേറ്റ് കെട്ടിടങ്ങൾ തകർന്നു വീണിട്ട് വെള്ളത്തിൽ മുങ്ങി അങ്ങനെയൊക്കെ മരണപ്പെട്ടാൽ അവിടെയൊക്കെ ആ ഒരു പ്രതിഫലം പറയുന്നുണ്ട്. അപ്പം അന്നേരം നമ്മൾ കൊറോണൻ്റെ സമയത്തെല്ലാം ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട അതെല്ലാം രക്തസാക്ഷിയുടെ പ്രതിഫലം പറയുന്നത്. പിന്നെ ഗർഭിണിയായിരിക്കെ മരണപ്പെടുന്ന ആൾ, അവർക്കും ഈ ഒരു ഷഹാദത്തിൻ്റെ, അതായത് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലമാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, വയറ്റിൽ കുഞ്ഞുണ്ടായ സമയത്ത് മരണപ്പെടുന്ന ആ ഒരു അവസ്ഥ, അങ്ങനെ മരണപ്പെടുന്ന സ്ത്രീയുടെ ഇത് നാളെ പരലോകത്ത് ആ കുഞ്ഞ് പൊക്കിൾ കൊടിയും കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ അവസാനം ഒരു ചെറിയൊരു കാര്യം ചോദിക്കുന്നുണ്ട്, മയ്യത്ത് മറമാടുന്ന സമയത്ത് മഴ പെയ്യുന്നത് നല്ല ലക്ഷണമാണോ? അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നല്ല ലക്ഷണമാണ് എന്നൊന്നും വന്നിട്ടില്ല. അത് അങ്ങനെ ഒരു നല്ല ലക്ഷണമായിട്ട് അടയാളം ഒന്നായിട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നല്ല മരണത്തിൻ്റെ അവസ്ഥകൾ പറയുന്നത്. എന്താ പറഞ്ഞ? റമളാനിൽ മരിച്ചാൽ അങ്ങനെ പ്രത്യേകം പറയുന്നില്ല കേട്ടോ. റമളാൻ മാസത്തിൽ മരിച്ചാൽ പ്രത്യേക ഹദീസിലൊന്നും ഇതിലൊന്നും വന്നിട്ട് കാണുന്നില്ല. നോമ്പെടുത്തിട്ട് മരിച്ചാൽ പറയുന്നുണ്ടല്ലോ, നോമ്പെടുത്തിട്ട് മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ റമളാനിൽ നോമ്പെടുത്തിട്ട് മരണപ്പെട്ടാൽ സ്വർഗത്തിലായിരിക്കും. ആ ഒരു ഇതിൽ വരും. അല്ലാതെ പ്രത്യേക റമളാൻ മാസം മരണപ്പെട്ടു എന്നുള്ള ഇതിൽ അങ്ങനെ പറയുന്നില്ല എല്ലാവരും സ്വർഗത്തിലായിരിക്കും. അതാ, എന്തായാലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ 5-6 ആയത്തായില്ലേ, അത്ര മതി. ഒന്നുകൂടി അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. വേണ്ട അല്ലേ, മനുഷ്യൻ അവൻ ക്ഷണികമായ ഈ ദുനിയാവിലെ ജീവിതത്തെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ. പരലോകത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു, ഒഴിവാക്കുന്നു. വുജൂഹു യൗമ ഇദിൻ നാദിറ. അന്നത്തെ ദിവസം ചില മുഖങ്ങൾ വളരെ പ്രസന്നമായ ഒരു ഇതിലായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ. തങ്ങളുടെ അവയുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവയായിരിക്കും. വ വുജൂഹു യൗമ ഇദിൻ ബാസിറ. എന്നാൽ ചില മുഖങ്ങൾ ചുളുങ്ങിയ കറുത്തിരുണ്ട ഇറുകിയ മുഖങ്ങളായിരിക്കും. തളുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ. എന്തോ ഒരു ആപത്ത് പിടികൂടാൻ പോകുന്നുണ്ട് എന്ന് അവൻ വിചാരിക്കും. ഇത്ര വരെയല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ആയത്തുകൾ നമ്മളെ മരണം നമ്മളെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ച എടുക്കാൻ സമയം 12:30 ബാങ്ക് കൊടുക്കാനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തോട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി. അള്ളാഹു നിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാതെ പരലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം നിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് നിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും റഹ്മാനായ റബ്ബേ, അത് നിൻ്റെ തൃപ്തി നീ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിലേക്ക് വന്നു പോകുമ്പോൾ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നന്മകൾക്ക് സ്ഥാനം കൊടുക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിൻ്റെ കാരുണ്യവും നിൻ്റെ ഔദാര്യവും നിൻ്റെ സഹായവും ഞങ്ങൾക്കില്ല എങ്കിൽ
ഞങ്ങൾക്കൊരു സൽക്കർമ്മവും പ്രവർത്തിക്കാൻ സാധിക്കില്ല റഹ്മാനായ റബ്ബേ. അതുകൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ പൊതിയണേ റഹ്മാനെ. എപ്പോഴും നിന്റെ ദിക്റോട് കൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് അമല് സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള നല്ല ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസരം റഹ്മാനായ റബ്ബേ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ മലായിക്കത്തുകളെ കണ്ടുകൊണ്ട് സമാധാനത്തോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണാനന്തരം ഞങ്ങൾ ഓരോരുത്തരും ഖബറിൽ തനിച്ചാകുന്ന അവസരത്തിൽ റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾക്ക് കൂട്ടായി, ഞങ്ങൾക്ക് വെളിച്ചമായി, കൂട്ടുകാരനായി നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഒരു തെറ്റുപോലും നിന്നെ കണ്ടുമുട്ടുന്നത് വരെ ഞങ്ങളിൽ നീ ബാക്കിയാക്കല്ലേ റഹ്മാനെ. വിചാരണ ദിവസത്തിലേക്ക് ഒരു തെറ്റുപോലും നീ ബാക്കിയാക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തിന്മകളും നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതം നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നു റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും വേദനകൾക്ക് സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മാറാരോഗങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അതാ ഞങ്ങളെല്ലാവരും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ പൈശാചികതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ എപ്പോഴും നീ ഈമാനികമായ നല്ല അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നല്ല ചിന്തകളെ മാത്രം കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ പഠിക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ അത് യഥാർത്ഥ രൂപത്തിൽ തദബ്ബുറോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കി ഉറ്റാലോചിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, അത് ഹിഫ്ള് ചെയ്യാൻ, അത് പാരായണം ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നാളെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് മുമ്പിൽ നീ കൊണ്ടുവരണേ റഹ്മാനെ. നിന്റെ അഹലുകാരിൽ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാളെ നിന്റെ മുഖം കാണാൻ ഞങ്ങൾ ഒരുപാട് കൊതിക്കുന്നു റഹ്മാനായ റബ്ബേ. അതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ സ്വർഗത്തിലെത്തിയാൽ നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഒരു സൽക്കർമ്മങ്ങൾ പോലും നീ പാഴാക്കാതെ പരിപൂർണമായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പോരായ്മകളും വീഴ്ചകളും വന്നു പോകുന്നുണ്ട് റഹ്മാനായ റബ്ബേ. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒന്നുപോലും ഞങ്ങളിൽ നിന്ന് നീ നഷ്ടപ്പെടുത്തിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നമുക്ക് മുമ്പേ പിരിഞ്ഞുപോയ ഒരുപാട് പേർ ഇന്ന് ഖബറുകളിലാണ് റഹ്മാനായ റബ്ബേ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് എപ്പോഴും സ്വർഗം കണ്ടുകൊണ്ടിരിക്കാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവരിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. توفنا مسلمين والحقنا بالصالحين. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وعليكم السلام ورحمة الله وبركاته. جزاك الله